അതിന് എന്ത് 10 ദിവസത്തെ പണി പോകണമെങ്കിൽ നിങ്ങൾക്ക് പോയിക്കോട്ടെ. കാരണം 1000 ദിവസത്തെ പണി പോകാൻ നിൽക്കുന്നു. അത് പോകാതിരിക്കാനാണ് ഈ പറയുന്നത്. അപ്പൊ ഇത്രയും റിസ്ക് ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുക്കുമ്പോ ഒരു 10-15 ദിവസം ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടേണ്ട ബാധ്യത നിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ 50 വയസ്സ് 58 വയസ്സ് എനിക്കായി. ഈ കൂടിയിൽ ഒരു 15% 50 വയസ്സിന് മേലില്ല. പക്ഷെ നമ്മളെ കുട്ടികളും മക്കളും വളർന്നു വരുന്നുണ്ട്. അവർക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ ഈ കോലത്തിൽ? മനുഷ്യന്റെ അവസാന അത്താണിയ പോലീസ് സ്റ്റേഷൻ. അവിടെ ചെന്നാലും ശരിയെന്താ? ആരിങ്ങനെ ആക്കിയത്? പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മളെ സഹോദരി ആരില്ലാതെ ഓടിക്കേറാൻ പോകുന്ന സ്ഥലം പോലീസ് സ്റ്റേഷനാ. നിന്നെ പീഡിപ്പിച്ചോ, നീ അങ്ങോട്ട് പിന്നോട്ട് പോകാന്ന് പറഞ്ഞ് പീഡിപ്പിക്കുന്നു. കഥയല്ലേ പറയുന്നത്, മലപ്പുറത്തിന്റെ കാര്യമായി പറയുന്നത്. ആ അവസ്ഥയിലെത്തി ജനം. പിന്നെ എവിടെയാ ജനത്തിന് അത്താണി? ആ പോലീസിലൊരു ക്രിമിനൽ സംഘം ഉണ്ടെന്ന് ആവർത്തിച്ച് പറയുന്നു. 1000 തെളിവ് കൊടുത്തു. അല്ല നടപടി ഉണ്ടോ? അപ്പൊ ഇത് ഇനിയും നമ്മൾ അനുവദിക്കണോ? അത്രേ ഈ വിഷയമുള്ളൂ. നമുക്ക് വളരെ ചെറിയ വിഷയമാണ്. അത് ആ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പാർട്ടി സമ്മേളനത്തോടു കൂടി പ്രശ്നങ്ങൾ തീർന്ന് പാർട്ടി സഖാക്കൾക്ക് ഊർജവും ആവേശവും ഉണ്ടായി. കേരളത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കയ്യിൽ കിട്ടിയിട്ട് അതങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് അടിമത്വം ഉദ്ഘോഷിക്കുന്നിടത്തേക്ക് വീണ്ടും പോവുക. എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ പ്രതികരണം മാത്രമേ അതുകൊണ്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ദയവായി നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ സമയത്തും എന്നെ കാത്തിരുന്ന എല്ലാ കാട്ടോടും ഹൃദയപൂർവ്വം നിങ്ങളോട് നന്ദി സ്നേഹം അറിയിക്കുക.